ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കാത്തിരുന്നത് പോലെ വൈഗ IPSൻ്റെ തുടർച്ച അനുജത്തി നിനക്കായി എന്ന നോവലാണ് നമ്മൾ ഇവിടെ ഇന്നു മുതൽ കേൾക്കാൻ പോകുന്നത്. അതുവരെയുള്ള കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു പോകണ്ടേ. വൈഗയും മിത്രയും ദയയും ഡോക്ടർ സത്യദാസിൻ്റെ പെൺമക്കളായിരുന്നു. മിത്ര ഗർഭിണിയാണെന്ന് വീട്ടുകാരറിഞ്ഞു. ചോദ്യം ചെയ്യലിനിടെ സത്യദാസിൻ്റെ അടിയേറ്റ് അവൾ ബോധരഹിതയായി. തുടർന്ന് ശരീരത്തിൽ ചലനമറ്റു. ഫ്രീസറിൽ ആ ശരീരം ഒളിപ്പിച്ചിട്ട് സത്യദാസ് ഡ്യൂട്ടിക്ക് പോകുന്നു. തിരിച്ചെത്തുമ്പോൾ ദയ കുത്തേറ്റ് മരിച്ചു കിടക്കുന്നു. മിത്രയുടെ ശരീരം ഫ്രീസറിൽ കാണുന്നുമില്ല. മിത്രയെ അച്ഛൻ കൊലപ്പെടുത്തിയതാണെന്നും ദയയുടെ കൊലപാതകത്തിൽ കസിൻ അഖിലിൽ പങ്കുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥയായ വൈഗ അനുമാനിക്കുന്നുണ്ട്. അഖിൽ ദയയെ വിവാഹം കഴിക്കാനിരുന്നതാണ്. സത്യദാസ് അറസ്റ്റിലുമായി. പുഴവക്കലടിഞ്ഞ മൃതദേഹം മിത്രയുടേതാണെന്ന സംശയത്തിൽ അത് സംസ്കരിക്കുന്നു. അഖിലിനെ പിടികൂടാൻ ആശുപത്രിയിലെത്തിയ വൈഗ ICUവിൽ കിടക്കുന്ന മിത്രയെ കണ്ടിട്ട് ഞെട്ടുന്നു. ദുരന്ത ദിവസം രാത്രി താൻ ദയയെ കാണാതെത്തിയതാണെന്ന് അഖിൽ പറഞ്ഞു. അഖിലിനെയും മിത്രയും ചികിത്സിക്കുന്ന ഡോക്ടറെയും വൈഗ ചോദ്യം ചെയ്യുന്നു. അവർ നടന്ന സംഭവങ്ങൾ വിശദമായിട്ട് പറയുന്നു. നമ്മൾ ഇവിടെ വരെയാണ് കേട്ടത്. ഇനി ഇതിൻ്റെ തുടർച്ചയാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് കൂടെ ഉണ്ടാവണം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. അനുജത്തി നിനക്കായി വൈഗ IPS തുടർച്ച അധ്യായം 1. ഡോക്ടർ പ്ലീസ്. വൈഗ ഡോക്ടർ ഹരിലാലിൻ്റെ നിശബ്ദതയെ വല്ലാതെ ഭയന്നു. എനിക്കറിയണം ഡോക്ടർ. എൻ്റെ അനിയത്തി മിത്രയുടെ അനക്കമറ്റ ശരീരം കണ്ടതുകൊണ്ടായില്ല. അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, വൈഗ ആവേശത്തോടെ പറഞ്ഞു. അവളിൽ ജീവൻ്റെ ചലനം ഉണ്ടാവണം. മനോഹരമായ അവളുടെ മിഴിപ്പീലികൾ നിവരണം. കൃഷ്ണമണികൾ വെട്ടിത്തിളങ്ങണം. മുല്ലമുട്ടുകൾ പോലെ പല്ലുകൾ നിരത്തി അവൾ പൊട്ടിച്ചിരിക്കണം. അമ്പാടിയിൽ നിറഞ്ഞാടണം. എന്നെ ഇച്ചേച്ചി എന്ന് ആർത്തു വിളിക്കണം. എന്നാലേ മിത്രയെ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ പറയും. വൈഗ കരച്ചു. നെഞ്ചിൽ കൈവച്ച് വല്ലാത്തൊരു സങ്കടം അമർത്തിപ്പിടിച്ച് അവൾ പറഞ്ഞു. എങ്കിൽ മാത്രമേ എൻ്റെ മിത്ര മരിച്ചിട്ടില്ലെന്ന് ജീവനോടെ ഉണ്ടെന്ന് ഞാൻ പറയും. വൈഗ പ്ലീസ്. കാർത്തിക് അവളുടെ തോളിൽ അമർത്തിപ്പിടിച്ചു. താനിങ്ങനെ നെർവസ് ആവാതെ. കാർത്തിക്. വൈഗ തൻ്റെ തോളിൽ അമർന്ന കാർത്തികിൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. എൻ്റെ അനിയത്തിമാർ 2 പേരെ എനിക്ക് ഒരുപോലെ നഷ്ടമായത്. എത്ര പെട്ടെന്നാണ് ഞാൻ ഒറ്റയ്ക്കായിപ്പോയത്. അവൾ സങ്കടം അമർത്താനും കണ്ണീരടക്കാനും ശ്രമിച്ചു. തുടർന്നു. നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരുന്ന 2 പേരിൽ ഒരാളെയെങ്കിലും തിരിച്ചു കിട്ടേണ്ടേ കാർത്തിക്. വൈഗ വിതുമ്പി. എനിക്ക് കൂട്ടിനൊരു കൂടപ്പുറപ്പിനെങ്കിലും ദൈവം തിരിച്ചു തന്നതാ. ഇപ്പോൾ അല്ലേ കാർത്തിക്? അതേടാ, താൻ അങ്ങനെ തന്നെ കരുതിയാൽ മതി, കാർത്തിക് പറഞ്ഞു. തൻ്റെ നന്മ നിറഞ്ഞ മനസ്സിന് ദൈവം തന്ന അനുഗ്രഹമാണ്. വൈഗ ടവലെടുത്ത് മുഖം തുടച്ചു, കണ്ണുകളും. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്. അവളുടെ നഷ്ടവും കണ്ണീരും ശ്രദ്ധിച്ച് വെട്ടിലായതുപോലെ മുമ്പിലിരിക്കുന്ന ഡോക്ടർ ഹരിലാൽ. സോറി ഡോക്ടർ, അവൾ പെട്ടെന്ന് പറഞ്ഞു. മാഡം സോറി പറയണ്ട. മാഡത്തിൻ്റെ ടെൻഷൻ പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിയും, ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. മാഡം ചോദിച്ചത് കേൾക്കാഞ്ഞിട്ടല്ല ഞാൻ റീപ്ലൈ തരാതിരുന്നു. പറയാൻ ഇതുവരെ കൃത്യമായൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം മിത്ര ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടില്ലേ ഡോക്ടർ? വൈഗ ചോദിച്ചു. നിഷേധാർത്ഥത്തിൽ ഡോക്ടർ തലയാട്ടി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് വെച്ചാൽ ഇതേ കിടപ്പ് എന്നും കിടക്കുമെന്നാണോ? ഡോക്ടറും അതും തലയാട്ടി നിഷേധിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറയാൻ എനിക്ക് കഴിയുകയില്ല. മാഡം പിന്നെ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, ഡോക്ടർ തുടർന്നു. ആ കുട്ടിയെ അഖിലിവിടെ എത്തിക്കുമ്പോൾ തലയ്ക്ക് ക്ഷതമേറ്റ് രക്തപ്രവാഹമുള്ള ഒരവസ്ഥയിലായിരുന്നു. അതായത് ബ്ലഡ് കോട്ടിംഗ് സംഭവിക്കുന്ന സ്റ്റേജ്. ഒരർത്ഥത്തിൽ അവൾ മരണത്തിൻ്റെ അങ്ങേ തലക്കിലെത്തിയിരുന്നു എന്ന് പറയാം, ഡോക്ടർ വിശദീകരിച്ചു. നാഡീമിടിപ്പുകൾ കുറഞ്ഞു. കൃഷ്ണമണികൾ പോലും നിശ്ചലമായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ സത്യദാസ് മരണം സ്ഥിരീകരിച്ചതുപോലെ ഒറ്റ പരിശോധനയിൽ ആരും അങ്ങനെ വിധിയെഴുതി പോകുമായിരുന്ന തികച്ചും അപകടകരമായ സ്ഥിതി. തൻ്റെ അനിയത്തിയുടെ ആ അവസ്ഥയും കിടപ്പും കൺമുമ്പിൽ കാണാൻ ശ്രമിക്കുകയായിരുന്നു വൈഗ. അതിനിടെ ഡോക്ടർ തുറന്നു. അപ്പോഴും അഖിൽ എന്നോട് തറപ്പിച്ച് പറഞ്ഞു, ഡോക്ടർ ഷീ ഈസ് സ്റ്റിൽ അലൈവ് എന്നു. ഡോക്ടർ അഖിലിൻ്റെ നേർക്ക് കണ്ണയച്ചു. മുഖം കുനിച്ചു നിൽക്കുകയാണെങ്കിലും ഡോക്ടർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു അവനും. അപ്പോൾ തന്നെ ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിരുന്നുവെന്ന തിരിച്ചറിവ് എന്നിൽ വലിയ ആശങ്ക ഉണ്ടാക്കി.
പക്ഷെ അഖിൽ എന്നോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെയും അവളുടെയും ബ്ലഡ് ഒരേ ഗ്രൂപ്പാണ്, എൻ്റെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ബ്ലഡും ഊറ്റിയെടുത്തുവെന്ന്. അത് കൊടുത്ത് അവളെ രക്ഷപ്പെടുത്തണം, അവൾ ജീവിക്കണമെന്ന്. അഖിലിൻ്റെ ആത്മവിശ്വാസം എനിക്ക് ധൈര്യം തന്നു. ആ സെക്കൻഡിൽ തന്നെ ആ കുട്ടിയെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. ഓപ്പറേഷൻ നടത്തുമ്പോൾ ഡോക്ടർക്ക് ശുഭാപ്തി വിശ്വാസമാണ് വേണ്ടത്. എനിക്ക് പക്ഷേ 5% പോലും വിശ്വാസം ഉണ്ടായില്ല പേഷ്യൻ്റ് സർവൈവ് ചെയ്യുമെന്ന്. അദ്ദേഹം തുറന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമ്പോൾ ആ കുട്ടിക്ക് 48 മണിക്കൂറാണ് ഞാൻ അഖിലിനോട് പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ ആ ശ്വാസം എന്നേക്കുമായി നിന്നു പോകുമെന്ന് ഞാൻ കണക്കുകൂട്ടി. പക്ഷേ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് 48 മണിക്കൂർ കടന്നുപോയി. പിന്നെ 72 മണിക്കൂറായി. ഇപ്പോൾ ദിവസങ്ങളായിരിക്കുന്നു. ഡോക്ടർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഏതെങ്കിലും തരത്തിൽ അണുബാധയുണ്ടാകുമോ എന്ന് ഞാൻ ഭയന്നു. പക്ഷെ നത്തിങ്. അത്ഭുതം തന്നെ, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇതുവരെ കണ്ണു തുറക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഡോക്ടർ കാർത്തി ചൊറിച്ചു. കണ്ണുകൾ തുറക്കാതെ സംസാരിക്കാതെ ഈ അവസ്ഥ ഇങ്ങനെ എത്ര നാൾ തുടരും? അതിനുത്തരം പറയേണ്ടത് ഞാനല്ലേ സുഹൃത്തെ, ദൈവം മാത്രമാണ്. ഡോക്ടർ അതീവ ഗൗരവത്തോടെ പറഞ്ഞു. ഒരുപക്ഷെ ഇനി ബോധം വീണ്ടും കിട്ടിയാലും പഴയപടി ഒരു നോർമൽ സ്റ്റേജിൽ തിരിച്ചെത്തണമെന്നില്ല. കാഴ്ചയോ കേൾവിയോ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാതാകാം. ഇതൊന്നും അല്ലെങ്കിൽ ഓർമ്മശക്തി തന്നെ ഇല്ലാതായി എന്ന് വരാം. ഡോക്ടർ വൈകി നടുങ്ങിപ്പോയി. കാഴ്ചയില്ലാതെ അല്ലെങ്കിൽ കേൾവിയില്ലാതെ തൻ്റെ അനിയത്തി ജീവിക്കുക, അതല്ലെങ്കിൽ ഒരു വാക്കുപോലും സംസാരിക്കാതെ ഇച്ചേച്ചി എന്ന ഈണത്തോടെ ഒരിക്കലും വിളിക്കാതെ, അതുമല്ലെങ്കിൽ താൻ അവളുടെ ഇച്ചേച്ചിയാണെന്നുള്ള ഓർമ്മ പോലും ഇല്ലാതെ, തന്നെയോ അമ്മയോ അച്ഛനെയോ അച്ഛമ്മയോ മനസ്സിലാക്കാതെ മിത്ര കഴിയുക. അയ്യോ, അത് വേണ്ട, അത് വേണ്ട, വൈകി അറിയാതെ പറഞ്ഞുപോയി. അത്രയ്ക്കും സഹിക്കാനാവാത്തതായിരുന്നു ആ ചിത്രങ്ങൾ. തലച്ചോറിൻ്റെ ക്ഷതം മൂലം മിത്രയുടെ മെമ്മറി പവറിന് തകരാറുണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല, ഡോക്ടർ പറഞ്ഞു. ഒരുപക്ഷെ ഒരിക്കലും ഉണരാതെ ശബ്ദിക്കാതെ കോമയിലേക്ക് വീണുപോയെന്നും വരാം. സുപ്രീം കോടതിയിൽ നിന്നും പോലും ദയാവധം നിഷേധിക്കപ്പെട്ട് 35 വർഷമായി ഒരേ കിടപ്പ് കിടന്ന അരുണോ സിംഹയെക്കുറിച്ച് ഈയിടെ പത്രത്തിലും ചാനലിലുമൊക്കെ വാർത്ത കണ്ടില്ലേ? ഏതാണ്ടതുപോലെ. വൈകിയുടെ മുഖം ധീനമായി. ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഡോക്ടർ അലിവോടെ പറഞ്ഞു. മാഡം ആ കുട്ടിയുടെ സ്വന്തം ചേച്ചിയില്ലേ? അടുത്തിരുന്ന് കരളുനൊന്ത് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കും. രക്തത്തെ തൊട്ട് രക്തം തൊട്ട് നൊമ്പരത്തോടെ വിളിക്കുമ്പോൾ നന്മ ചെയ്യണമെന്ന് ഈശ്വരന് തോന്നും. തോന്നട്ടെ, അതിൻ്റെയും പ്രാർത്ഥനയാണ്. ഒരു നിമിഷത്തേക്ക് തലച്ചോറാകെ പുകയുന്നത് പോലെ വൈകായിരുന്നു. മിഴിയണകളും അടച്ചുപൊട്ടി. പിന്നെ പെട്ടെന്ന് കണ്ണു തുറന്നു. തലച്ചോറിനുള്ളിലേക്ക് വെളിച്ചം വീണു. അവൾ പ്രത്യാശയോടെ ചോദിച്ചു, ഞാൻ അവളെ ഏറ്റെടുത്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാലോ ഡോക്ടർ? ഏറ്റവും വിദഗ്ധ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവളെ രക്ഷപ്പെടുത്തുന്ന ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലേക്ക്? മാഡത്തിൻ്റെ ഇഷ്ടം പോലെ. പക്ഷേ ഒരു കാര്യം, മാഡം ഉദ്ദേശിക്കുന്ന ഫോറിൻ കൺട്രീസിൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ലോകത്തിൻ്റെ സകല കോണിലുള്ള അതിവിദഗ്ധ ന്യൂറോളജിസ്റ്റുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ മിത്രയുടെ ട്രീറ്റ്മെൻറ്റ് തുടരുന്നത്. ഇപ്പോഴും ഡിസ്കഷൻ നിർത്തിയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനങ്ങളും അഭിപ്രായങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. ചില മെഡിസിൻ പോലും വിദേശത്തു നിന്ന് വരുത്തിയാണ് മാഡം ഞങ്ങളിവിടെ മിത്രയ്ക്ക് കൊടുക്കുന്നത്. ജ്യോതീന്ദ്രനാണ് അത് പറഞ്ഞത്. എത്ര പണമാകുമെന്നത് വിഷയമല്ല, മിത്ര ഉയർത്തെഴുന്നേൽക്കണം. അഖിലിൻ്റെ നിർദ്ദേശം. അത് മാത്രമാണ് മെഡിസിനുകൾ, ട്രീറ്റ്മെൻറ്റുകൾ, വെൻറ്റിലേറ്റർ റെൻറ്റ് എല്ലാം കൂടി ഓരോ ദിവസവും ഇവിടെ നല്ല ബില്ലാകും. എവിടെ നിന്നാണെന്നറിയില്ല, അഖിൽ കൃത്യമായി ബില്ലടയ്ക്കുന്നുണ്ട്. വൈകിക്ക് മനസ്സിലായി. സ്വന്തം ATM കാർഡ് ഉപയോഗിച്ചാൽ അത് അപകടമാണെന്ന് കണ്ട് അപർണയുടെ ATM കാർഡ് ഉപയോഗിച്ച് അഖിൽ വലിയ തുക പിൻവലിച്ചത് എന്തിനാണെന്ന്. ട്രീറ്റ്മെൻറ്റിൻ്റെ കുറവോ മെഡിസിൻ്റെ കുറവോ പണത്തിൻ്റെ കുറവോ അല്ല, പേഷ്യൻ്റ് അതേ നില തുടരുന്നതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്കത് മനസ്സിലായി ഡോക്ടർ. ശാന്തമായിരുന്നു വൈകിയുടെ സ്വരം. അതിലേറെ വേദന നിറഞ്ഞിരുന്നു അവളുടെ മിഴികളിൽ. അവൾ മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് അഖിലിൻ്റെ നേർക്ക് തിരിഞ്ഞു. അവൻ്റെ തോളത്ത് വലതുകരം മെല്ലെ അമർത്തിപ്പിടിച്ച് അതീവ കരുണയോടെ പറഞ്ഞു, എൻ്റെ അനിയത്തിയെ തക്ക സമയത്ത് നീ രക്ഷിച്ചു. നിൻ്റെ ജീവൻ പണയം വെച്ച് തന്നെ. എന്നിട്ടും അവൾ ഇനിയും രക്ഷപ്പെട്ടില്ല അഖിൽ. പക്ഷെ അഖിൽ, രക്ഷപ്പെട്ട മറ്റൊരാളുണ്ട്. അങ്കിളല്ലേ? അഖിലിൻ്റെ സ്വരവും സൗമ്യമായിരുന്നു, ആശ്വാസം നിറഞ്ഞതായിരുന്നു. അതെ, അവൾ പറഞ്ഞു. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ അച്ഛനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അത്യാപൽക്കരമായ ഒരു നിമിഷത്തിൽ ദൈവനിയോഗം പോലെ എത്താനും രക്ഷിക്കാനും കഴിഞ്ഞത്, അവൻ പറഞ്ഞു.
അച്ഛൻ ഒരുപാട് കരഞ്ഞു, ഒന്നും അറിയാതെ. യഥാർത്ഥത്തിൽ കരയുന്നതിനേക്കാൾ വേദനാജനകമാണ് കരച്ചിലടക്കുന്നത്. സ്വന്തം മകളെ കൊന്നു എന്ന് സങ്കടവും കുറ്റബോധവും അച്ഛനെ ഭ്രാന്തനാക്കി. ജീവൻ കളയാൻ വരെ ശ്രമിച്ചു. ഇപ്പോൾ ജയിലിനുള്ളിലും, വൈഗ പറഞ്ഞു. പക്ഷേ അഖിൽ, എനിക്ക് ആശ്വാസമായി. അച്ഛനൊരു കൊലപാതകിയല്ലല്ലോ. കുറ്റബോധമില്ലാതെ അച്ഛന് ശേഷകാലം ജീവിക്കാം. ഏറ്റവും നല്ല ഒരച്ഛനായി തന്നെ. അച്ഛന് വേണ്ടി നിന്നോട് ഞാൻ നന്ദി പറയുന്നു, ഹൃദയം നിറഞ്ഞ നന്ദി. അഖിലിൻ്റെ അധരങ്ങളിൽ ഒരു വരണ്ട ചിരി ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, പെട്ടെന്നായിരുന്നു വൈഖയിലെ മാറ്റം. അവളുടെ മുഖത്ത് കാർത്തികിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു. അവൾ തിരിഞ്ഞത് ഡോക്ടർ ഹരിലാലിൻ്റെ നേർക്കാണ്. യെസ്, ഡോക്ടർ ഹരിലാൽ അവളെ നോക്കി. ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന പേഷ്യൻ്റെ പേര് അപർണ പ്രതാപ് എന്നാണെന്നിരിക്കട്ടെ. വൈഗ അതീവ ജാഗ്രതയോടെ സംസാരിച്ചത്. അപർണ എന്ന പേരും കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത ഡീറ്റെയിൽസും വ്യാജമാണെന്ന് ഡോക്ടർക്ക് പിന്നീട് മനസ്സിലായില്ലേ? ഉവ്വ്, ഡോക്ടർ സമ്മതിച്ചു. പേഷ്യൻ്റ് അഖിൽ പറഞ്ഞതുപോലെ കുളിമുറിയിൽ തലതല്ലി വീണതല്ലെന്ന് മനസ്സിലായി. എന്ന്? അന്നു തന്നെ, അതേ ദിവസം തന്നെ. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് തന്നെ. ഡോക്ടർ തുടർന്നു. കുളിമുറിയിൽ വീണ് തലയടിക്കുന്ന ഒരാളുടെ തലയിൽ ഒരു പരിക്കേ ഉണ്ടാവും. എൻ്റെ ടേബിളിൽ കിടന്ന പെൺകുട്ടിയുടെ തലയ്ക്ക് 2 പരിക്കുണ്ടായിരുന്നു. പിന്നിൽ ചതവും വലതുഭാഗത്ത് മുകളിലെ തലയോട്ടിൽ പൊട്ടലുണ്ടായിരുന്നു. അവിടെ നിന്ന് ബ്ലീഡിങ്. എന്നിട്ട് എനിക്ക് മനസ്സിലായി അഖിൽ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന്. ഡോക്ടർ അരുണിനെ ചോദ്യം ചെയ്ത് സത്യം പറയിപ്പിച്ചോ? സത്യം പറയിപ്പിക്കാനുള്ള സമർത്ഥ്യം ഒരു പോലീസ് ഓഫീസർക്കാണ് വേണ്ടത്. ഡോക്ടർ ചുണ്ടുകൂട്ടി ചിരിച്ചു. ഞങ്ങളെപ്പോലുള്ളവരുടെ സാമർത്ഥ്യം മരണത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു ജീവൻ തിരിച്ചു പിടിക്കുന്നതിലാണ്. അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഓപ്പറേഷനിൽ തന്നെയായിരുന്നു. ഓപ്പറേഷൻ പൂർത്തിയാക്കി പേഷ്യൻറ്റിനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റിയിട്ട് അപകടഘട്ടം കഴിഞ്ഞിട്ടേ ഞാൻ പുറത്തിറങ്ങിയുള്ളൂ. അപ്പോഴേക്കും പുലർന്ന് 8:30 കഴിഞ്ഞിരുന്നു. അമ്പാടിയിൽ അപ്പോൾ ദുരന്തങ്ങളുടെ ഘോഷയാത്ര നടന്നു കഴിഞ്ഞിരുന്നു. പ്രതാപൻ മെല്ലെ പറഞ്ഞു. മിത്രയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചും നേർച്ച നേർന്നും നിൽക്കുന്ന ഞങ്ങൾക്ക് വെള്ളിടി വെട്ടിയതുപോലെയായിരുന്നു ദയയുടെ കൊലപാതക വാർത്ത. അങ്കിളും ആൻറ്റിയും അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. വൈഗ ഞെട്ടിച്ചുടിച്ചു. ഉവ്വ് മോളെ. മിത്രയെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത പാടെ ഇവൻ തങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും ആ സെക്കൻഡിൽ തന്നെ പാഞ്ഞെത്തുകയും ചെയ്തു. ദയയുടെ കൊലപാതക വാർത്ത കൂടി അറിഞ്ഞതോടുകൂടി തകർച്ച പൂർത്തിയായി. മോനെ, നീ ദയയുടെ അടുത്ത് പോയിട്ട് അവിടെ എന്താണ് ഉണ്ടായത്? അവളെങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ച് ഞാനും രേണുകയും അഖിലിനെ പിടിച്ചൊലിച്ചു. ശബ്ദിച്ചില്ലതാവൻ. അവൻ ആകെ തകർന്നു വീണുപോയിരുന്നു. വരുൺ ദേവായിരുന്നു അത് ചെയ്തതെന്ന ധാരണയിലാണ് അന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത്, പ്രതാപൻ പറഞ്ഞു. ദയ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞിട്ടും നീ എന്താ അവളുടെ ബോഡി പോലും കാണാൻ വരാതിരുന്നത്? വൈഗ അഖിലിനോട് ചോദിച്ചു. ദയയുടെ മരണം അറിഞ്ഞ പാട് ഞാൻ അവിടെ എത്തിയ ബാംഗ്ലൂരിലായിരുന്നു. ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് പോലീസ് ചോദിക്കില്ലേ? അത് ഞാൻ ഭയന്നു. തലേന്ന് രാത്രിയിൽ ഞാൻ അമ്പാടിയിൽ എത്തിയിരുന്നു എന്നൊരു വാക്ക് വീണുപോയാൽ ദയയുടെ കൊലപാതക കുറ്റം കൂടി തീർച്ചയായും എൻ്റെ തലയിലാവുമെന്ന് ഞാൻ ഭയന്നു, അഖിൽ പറഞ്ഞു. എന്നാലും ഞാൻ എൻ്റെ ദയയെ കണ്ടു. ഉറങ്ങിയതുപോലെ കിടക്കുന്ന ആ മുഖം മോർച്ചറിയിൽ വെച്ച്. മോർച്ചറിയിൽ? അതെ, അവൻ തുടർന്നു. നേരെ ചെന്ന് പോലീസിന് മുമ്പിൽ അകപ്പെട്ടാൽ ആ നിമിഷം ഞാൻ അകത്താവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ കോളേജിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു. അവനോട് വിവരം പറഞ്ഞു. അവൻ്റെ ഒപ്പം ആരും അറിയാതെ മോർച്ചറിയിൽ ചെന്ന് കണ്ടു. ആ കിടപ്പ്, എൻ്റെ ദയ. കൈ പിടിച്ച് എൻ്റെ ജീവിതാന്ത്യം വരെ എന്നോട് ചേർന്ന് നിൽക്കേണ്ടവർ, എന്നോട് നേർന്ന് നടക്കേണ്ടവൾ. അവൻ്റെ സ്വരം പതറി. എൻ്റെ നെഞ്ചിൽ മുഖമർത്തി എൻ്റെ നിശ്വാസങ്ങളെ ഏറ്റുവാങ്ങി എന്നും ഉറങ്ങേണ്ടവൾ. എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി താരാട്ടി വളർത്തേണ്ടവൾ. എന്നോടൊരു വാക്കുപോലും മിണ്ടാതെ യാത്ര പോലും പറയാതെ പോയി. മരവിച്ച് മോർച്ചറിയിലെ തണുപ്പിൽ വിറങ്ങലിച്ചൊറ്റയ്ക്ക്. മുറിക്കുള്ളിലെ പൂർണ്ണ നിശബ്ദത. അഖിലിൻ്റെ തകർന്ന മുഖവും ഇടറിയ ശബ്ദവും കേൾക്കുകയാണ് എല്ലാവരും. ഒരു മുത്തം, ഒരു പരിരംഭണം. തലേന്ന് രാത്രി അത് അവളിൽ നിന്നും പ്രതീക്ഷിച്ച് ഞാൻ പോയി. നേരത്തോട് നേരം പോലും ആവും മുമ്പ് വിറങ്ങലിച്ച ആ നെറ്റിയിൽ ഞാൻ എൻ്റെ മുത്തം നിക്ഷേപിച്ചു. അവസാനമായിട്ട് അഖിലത് പറയുമ്പോഴേക്കും വിങ്ങിപ്പൊട്ടി കരഞ്ഞിരുന്നു. വിലങ്ങണിഞ്ഞ കൈകൾ ഉയർത്തി മുഖം പൊത്താൻ ശ്രമിച്ചു. ദയോടുള്ള അവൻ്റെ പ്രാണൻ പിടയ്ക്കുന്ന പ്രണയം. വൈകപ്പെട്ടെന്ന് ആർദ്രമായി. ആ സെക്കൻഡിലാണ് അവളുടെ മൊബൈൽ ഇരമ്പിയത്. അവൾ ശ്രദ്ധിച്ചു. കോട്ടയം SP വിൽസൺ തോമസിൻ്റെ നമ്പറാണ് തെളിഞ്ഞത്. പെട്ടെന്ന് ആ നമ്പർ കണ്ടപ്പോൾ അവൾ അന്താളിച്ചു പോയി. ഡോക്ടർ റൂമിൻ്റെ ഭിത്തിയിലെ ക്ലോക്കിൽ സമയം 1:15. ഈ സമയത്ത് എന്തിനാണ് വിളി? സർ,
അവൾ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ വൈക, താൻ ഈ സമയത്ത് ഡോക്ടർ ഹരിലാലിൻ്റെ മുറിയിൽ കയറിയിരിക്കുന്നത്? തനിക്കെന്താ പെട്ടെന്നൊരു വിദഗ്ധ ന്യൂറോ സർജൻ്റെ ആവശ്യം? പറയണം. നേരത്തെ ചിരിയുടെ അകമ്പടിയോടെ ചോദ്യം. പക്ഷേ തീക്കൊള്ളിൽ അറിയാതെ കൈപിടിച്ചതുപോലെ പൊള്ളിപ്പിടഞ്ഞു വൈക. പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ നോവലിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. വൈകുന്നേരം 5 മണിക്കാണ് നമ്മുടെ ഈ നോവൽ റിലീസിങ്ങിനെത്തുക. എല്ലാവരും കൂടെ ഉണ്ടാവണം. ഒത്തിരി സന്തോഷത്തോടെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ടാണ് ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു നോവൽ തീരുന്നത് വരെ വൈകുന്നേരം 5 മണിക്കാണ് നമ്മുടെ റിലീസിങ് തുടരുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് നോവലാണോ തീരുന്നത് അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഈ നോവൽ വീണ്ടും അലോക്കേറ്റ് ചെയ്യും. ഒരു ദിവസം 3 കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. എന്നാലും അനിയത്തി നിനക്കായി എന്ന നോവൽ നിങ്ങളെല്ലാവരും കാത്തിരുന്നതാണ് എന്നുള്ള ഒരൊറ്റ പരിഗണന വെച്ചിട്ടാണ് ഒരു ദിവസം 3 നോവൽ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കേൾക്കാൻ കഴിയുന്നവരൊക്കെ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കേട്ടിരുന്നു അല്ലെങ്കിൽ കേൾക്കാൻ കൊതിച്ചിരുന്നു എന്നത് മനസ്സിലാക്കുക. കേൾക്കാൻ ആളുകൾ കുറവാണെങ്കിൽ ഈ അധ്യായം 1-2 അധ്യായത്തിൽ അവിടെ നിർത്തി വേറൊരു നോവൽ തീരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.